ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഖിലിൻ്റെ ഫീസ് അടക്കാൻ വേണ്ടി അമ്മാവൻ ഒരു കൂട്ടുകാരനോട് കടം ചോദിക്കാൻ വേണ്ടി പോവാൻ നിൽക്കണ്ടോ. ആ സമയത്ത് രേണുക വന്ന് പറയാണ്, ഒരു രൂപ പോലും കടം വാങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. ഇവന് 3 കൊല്ലമാണ് പഠിക്കാനുള്ളത്. അതുവരെയും നമ്മൾ കടം വാങ്ങി ഇവനെ പഠിപ്പിച്ചിട്ട് ഇനി എന്ത് കാര്യമാണുള്ളത്? അതുകൊണ്ട് ഇനി എൻ്റെ മോൾ അനുഭവിക്കേണ്ട സ്വത്തുക്കളാണ്. ഇവർക്ക് വേണ്ടി ഇങ്ങനെ കടം വാങ്ങി മുടിയാനൊന്നും ഞാൻ എൻ്റെ ഭർത്താവിനെ സമ്മതിക്കില്ല. എൻ്റെ വാക്കുകളെങ്ങാനും ധിക്കരിച്ച് നിങ്ങൾ കടം വാങ്ങി ഈ നിൽക്കുന്ന നിഖിലിനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഈ വീട്ടിൽ തൂങ്ങി മരിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഭീഷണിപ്പെടുത്താണ്. അങ്ങനെ അമ്മാവന് ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായതയോടുകൂടി നോക്കി നിൽക്കാൻ കേട്ടോ. എന്നിട്ട് രേണുക അവിടുന്ന് അങ്ങ് പോവാണ്. അപ്പോൾ ചന്ദ്രി പറയാണ്, ഏട്ടൻ ഇതൊന്നും കേട്ട് വിഷമിക്കേണ്ട, ഏട്ടത്തി പറയുന്നതിലും കാര്യമുണ്ട്. അതുകൊണ്ട് ഏട്ടൻ ഇനി നിഖിലിനെ പഠിപ്പിക്കാനുള്ള പൈസയ്ക്ക് വേണ്ടി കടം വാങ്ങാനൊന്നും നിൽക്കണ്ട. നിഖിലിൻ്റെ തലയിൽ എന്താണ് വിധിച്ചിട്ടുള്ളത് വെച്ചാൽ അതുപോലെ വരട്ടെ, അല്ലാതെ ഏട്ടൻ വെറുതെ ഏട്ടത്തിയുടെ വാക്കുകൾ ധിക്കരിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രി അശോകനോട് അങ്ങ് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അശോകന് നല്ല വിഷമം വരുന്നുണ്ട്. എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ, രേണുകയുടെ വാക്കിൻ്റെ മുന്നിൽ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായതയോടു കൂടി നോക്കി നിൽക്കേണ്ടി വരുമല്ലോ എന്നുള്ള സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ അശോകൻ്റെ മനസ്സിൽ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ എണീറ്റ ഉടനെ കിച്ചണിൽ പോയിട്ട് എല്ലാ ജോലികളും നിധി അങ്ങ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു തിരക്കിലായിരിക്കും. അങ്ങനെ ഇത് കണ്ടും കൊണ്ട് പാറു വരികയാണ്. അങ്ങനെ പാറു യാമിനിയോട് പറഞ്ഞു കൊടുക്കുക, മോളെ കണ്ടില്ലേ, നിധി ചേച്ചിയെ നീ കണ്ടില്ലേ, ഏട്ടത്തിയെ ഇന്നലെ ഇവിടെ എന്തെല്ലാം ഒരു പ്രശ്നമുണ്ടായി. ഇപ്പോൾ വസുന്ധര പറയുന്നത് പോലെ ഒരു പണക്കാരി വീട്ടിലെ പെൺകുട്ടിയാണെങ്കിൽ അവൾ ഈ റൂമിൻ്റെ പുറത്ത് പോലും ഇറങ്ങില്ല. അങ്ങനത്തെ നിധി നോക്കി നോക്ക്, ഒന്നും തന്നെ വകവയ്ക്കാതെ അവൾ ആ വിഷമമെല്ലാം മാറ്റിവെച്ച ശേഷം അവളുടെ ജോലിയിൽ ഏർപ്പെടുന്നത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ നിധിയുടെ സ്വഭാവ ഗുണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് യാമിനിയെ അങ്ങ് കാണിച്ചു കൊടുക്കാണ്ട് നിധിയുടെ ആ ഒരു വകതിരിവും വീട്ടിനോടുള്ള ആത്മാർത്ഥതയൊക്കെ ഇങ്ങനെ പാറു യാമിനിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അവിടേക്ക് വസുന്ധരയും ഗൗതമും കൂടി വരികയാണ് കേട്ടോ. എന്തായി, ഭക്ഷണമൊക്കെ ആയില്ലേ അമ്മേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ഗൗതം ആയി, ഇവിടെ ഇരുന്നോളൂ എന്നൊക്കെ പറഞ്ഞ് ഇരുത്തുകയാണ്. അങ്ങനെ വസുന്ധരയും വന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നിധി ഉണ്ടാക്കി വന്ന ഭക്ഷണം എല്ലാവർക്കും അങ്ങ് കൊടുക്കുകയാണ്. അങ്ങനെ നിധിയോടുള്ള ദേഷ്യം കൊണ്ട് വസുന്ധര പറയാണ്, ഇത് എന്ത് ദോശയാണ്, ഇതാണോ ദോശ, നിനക്കൊരു ദോശ പോലും ഉണ്ടാക്കാൻ അറിയില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്താൻ കേട്ടോ. എന്നിട്ട് ഈ പറയാണ്, എനിക്ക് ചൂടുള്ള ദോശ വേണം, അതുകൊണ്ട് പോയി ചൂടുള്ള ദോശ ഉണ്ടാക്കി വായോ, അതും നല്ല മുരുമുരുന്നനുള്ള ദോശ വേണം എന്നൊക്കെ പറയാണ്. അങ്ങനെ നിധി പറയാണ്, എന്നാൽ ശരി, ഞാനിപ്പോൾ ഉണ്ടാക്കി കൊണ്ടുവരാം വസുന്ധര മേഡം എന്നും പറഞ്ഞിട്ട് നിധി ദോശ ഉണ്ടാക്കി കൊണ്ടുവരാൻ പോവുകയാണ് കേട്ടോ. എന്നിട്ട് നല്ല മുരിഞ്ഞ ദോശ ഉണ്ടാക്കിയിട്ട് വസുന്ധരക്ക് കൊണ്ടു കൊടുക്കുകയാണ്. അപ്പോൾ വസുന്ധര ചോദ്യം, ഇത് എന്ത് ദോശയാണ്, ഇത് കരിഞ്ഞതാണല്ലോ, നിനക്കെന്താ ഒരു ദോശ പോലും ഉണ്ടാക്കാൻ അറിയില്ലേ എന്നും പറഞ്ഞ് നിധിയുടെ മെക്കിട്ട് കയറുകയാണ്. അപ്പം നിധി പറയണം, എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ദോശ ഉണ്ടാക്കാൻ അറിയുള്ളൂ, മേഡത്തിന് ദോശ ഉണ്ടാക്കാൻ നന്നായിട്ട് അറിയുമെങ്കിൽ മേഡം തന്നെ പോയി ഉണ്ടാക്കിക്കോളൂ എന്നങ്ങ് പറയാണ് നിധി. അപ്പോൾ വസുന്ധര പറയാണ്, എനിക്കറിയാം ദോശ ഉണ്ടാക്കാനൊക്കെ, നിൻ്റെ വിചാരം നിനക്ക് മാത്രമാണ് എല്ലാം അറിയുകയുള്ളൂ എന്നുള്ളൊരു ഭാവമുണ്ട്. നീ കണ്ടോ ഞാൻ ഉണ്ടാക്കുന്ന ദോശയുടെ ഭംഗിയും ഞാൻ ഉണ്ടാക്കുന്ന ദോശ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വസുന്ധര നേരെ കിച്ചണിൽ പോയിട്ട് ദോശ ഒക്കെ ഉണ്ടാക്കാൻ കേട്ടോ. അങ്ങനെ മുട്ട ദോശ ഉണ്ടാക്കാൻ നല്ല പെപ്പറൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിലൊരു ദോശ ഉണ്ടാക്കാൻ, നീ അത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് വസുന്ധര ദോശ ഉണ്ടാക്കാൻ കേട്ടോ. വസുന്ധര പെപ്പർ ദോശ ഉണ്ടാക്കുകയാണ് എന്ന് കേട്ടപ്പോൾ നിധി അവിടെ ഇരിക്കുന്ന മുളക് പൊടിയുടെ കുപ്പിയും കുരുമുളക് പൊടിയുടെ കുപ്പിയും അങ്ങ് മാറ്റി വെക്കാൻ കേട്ടോ. അങ്ങനെ ഇതെല്ലാം തന്നെ അപ്പുറത്ത് നിന്നിട്ട് പാറു കാണുന്നുണ്ടാവും കേട്ടോ. പാറു നിധി ഇങ്ങനെ ചെയ്യുന്നതും മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടി ആക്കുന്നതും എല്ലാം തന്നെ പാറു ഇങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് കാണുന്നുണ്ട്. അപ്പോൾ പാറുവിന് നല്ല ഇഷ്ടമാവാൻ കേട്ടോ. ഒരു പണി എന്തായാലും വസുന്ധരയ്ക്ക് അത്യാവശ്യമാണ്. വസുന്ധരയ്ക്ക് നല്ല അഹങ്കാരമുണ്ട്. എന്നോടും ഇതേപോലെ ഒരുപാട് ദ്രോഹങ്ങളൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ചെയ്തതാണ്. അതുകൊണ്ട് ചെറുതായിട്ടൊക്കെ ഒരു പണി വസുന്ധരയ്ക്ക് കിട്ടുന്നത് നല്ലതാണ് എന്നുള്ള ഭാവത്തിൽ പാറു സന്തോഷത്തോടു കൂടി അവിടെ ഇരുന്ന് അതൊക്കെ കാണാണ്. അങ്ങനെ വസുന്ധര പറയാണ്, എവിടെയാണ് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ വെച്ചിരിക്കുന്നത് എന്നങ്ങ് ചോദിക്കുമ്പോൾ, ദാ ഇവിടെ ഇരിക്കുന്നു മേഡം എന്നങ്ങ് പറഞ്ഞിട്ട് അതിലങ്ങ് നോക്കുകയാണ് കേട്ടോ. ഇത് തന്നെയായിരിക്കും കുരുമുളക് പൊടി എന്നങ്ങ് മനസ്സിൽ കരുതിയിട്ട് മുളക് പൊടി എടുത്ത് അങ്ങ് തൂവാണ് കേട്ടോ. അപ്പോൾ നല്ല എരിവുള്ള സ്പൈസി ആയിട്ടുള്ള ഒരു മുളക് പൊടിയായിരിക്കും, അതങ്ങ് തൂവി കൊടുക്കുകയാണ്. എന്നിട്ട് കണ്ടില്ലേ, ഇതുപോലെയാണ് ദോശ ഉണ്ടാക്കുക, അല്ലാതെ നീ ഉണ്ടാക്കി കൊണ്ടുവന്ന പോലെ അവിഞ്ഞ ദോശയൊന്നുമല്ല ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നിധിയോടും അങ്ങ് ഒരുപാട് പറഞ്ഞ ശേഷം വസുന്ധര നേരെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഗൗതമും പാറുവും യാമിനിയും ഒക്കെ ഇരിക്കുന്ന ആ ടേബിളിൽ അങ്ങ് പോയിരിക്കുക കേട്ടോ. എന്നിട്ട് വസുന്ധര
ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഗൗതം ഇങ്ങനെ സന്തോഷത്തോടു കൂടി നോക്കുക കേട്ടോ. അപ്പോൾ ഗൗതം പറയണ അമ്മയുടെ ദോശ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ എന്നങ്ങ് പറയുമ്പോൾ നിധി പറയണേ എങ്കിൽ ഗൗതം സാർ അതിൽ നിന്നും 2 പീസ് എടുത്ത് കഴിച്ചു നോക്ക്, എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നൊക്കെ അറിയാമല്ലോ എന്നങ്ങ് പറയട്ടെ. അപ്പോൾ വസുന്ധര അതിൻ്റെ മുന്നേ തന്നെ അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടാവും. അങ്ങനെ വായയിലേക്ക് വെച്ച ഉടനെ തന്നെ ദോശ വായയിലേക്ക് വെച്ച ഉടനെ തന്നെ നല്ല സ്പൈസി ആവും കേട്ടോ. സ്പൈസിയോ ആയതുകൊണ്ട് തന്നെ ആരെയും ഒന്നും അറിയിക്കാതെ നല്ല ടേസ്റ്റുള്ള ഭാവത്തിൽ അങ്ങ് ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഗൗതം എന്നാൽ തന്നെ അമ്മേ അതിൽ നിന്നൊരു ടേസ്റ്റ് നോക്കട്ടെ എന്ന് പറയുമ്പോൾ അത് വേണ്ട, എനിക്ക് നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ നിൻ്റെ ഭാര്യയോട് ഈ നിൽക്കുന്ന നിധിയോട് തന്നെ അങ്ങ് പറഞ്ഞു, അവൾ ഉണ്ടാക്കി കൊണ്ടുതരും എന്നങ്ങ് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ദോശയെല്ലാം തീർക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ദോശ കഴിക്കുന്ന സമയത്ത് വസുന്ധരയ്ക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കേട്ടോ. എരിവ് കാരണം വസുന്ധരയ്ക്ക് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. എന്നാൽ അവിടെയുള്ളവരുടെ മുന്നിൽ നല്ല ടേസ്റ്റ് ഉള്ളതുപോലെ അഭിനയിക്കുകയും വേണം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും എന്നെ പരിഹസിക്കുമല്ലോ. ഞാൻ നിധിയുടെ ദോശയ്ക്ക് ഒരുപാട് കുറ്റം പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ദോശയിൽ ഒരുപാട് ഉപ്പും ഒരുപാട് മുളക് പൊടിയും ഉണ്ട് എന്ന് ഞാൻ എങ്ങനെ ഇവരോട് പറയുമെന്നുള്ള ഭാവത്തിൽ വസുന്ധര എല്ലാം മറച്ച് വെച്ച് ഒന്ന് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ അവിടെ ഇന്ന് ഭക്ഷണം കഴിക്കാനുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് മതി, ഞാൻ ഡയറ്റിലാണ് എന്നും പറഞ്ഞിട്ട് എളുപ്പം പോയിട്ട് കൈയൊക്കെ കഴുകുകയാണ്. എന്നിട്ട് വെള്ളം എടുത്ത് കുടിക്കാൻ വേണ്ടി നോക്കേണ്ട. ഡയറ്റിലല്ലേ എങ്കിൽ ഞാൻ ചൂടുവെള്ളം ഉണ്ടാക്കി കൊണ്ടുതരാം വസുന്ധര മേഡത്തിന് എന്ന് നിധി പറയും. വേണ്ട, ഞാൻ റൂമിൽ പോയിട്ട് വെള്ളം കുടിച്ചോളാം എന്നും പറഞ്ഞിട്ട് വസുന്ധര നേരെ റൂമിലേക്ക് അങ്ങ് ചെല്ലുകയാണ്. എന്നിട്ട് വസുന്ധര റൂമിലെത്തിയ ശേഷം എരിവ് കൊണ്ട് ആകെ അങ്ങ് നിൽക്കക്കള്ളിയില്ലാതെ കിടന്ന് പൊളയാണ് കേട്ടോ. അങ്ങനെ അവിടെ ഇരിക്കുന്ന വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ജഗ്ഗിൽ വെള്ളം പോലും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ടും കൊണ്ട് പാറുവും നിധിയും ഒക്കെ നന്നായിട്ട് തന്നെ സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ നിധി ഒന്നും അറിയാത്ത ഭാവത്തിൽ തണുത്ത വെള്ളവുമായിട്ട് വസുന്ധരയുടെ റൂമിലേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. ഇതാ മേഡം, നിങ്ങൾക്ക് ഇതാ തണുപ്പുള്ള വെള്ളമാണ്, അതെങ്ങനെ നിനക്കറിയാം? അല്ല, ഇവിടെ വെള്ളം ഉണ്ടാവില്ല എന്ന് ഞാൻ ഊഹിച്ചു, അതുകൊണ്ടാണ് തണുത്ത വെള്ളം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞിട്ട് ആ വെള്ളക്കുപ്പിയിൽ നിന്നും വെള്ളം കുടിക്കാൻ നോക്കാണ്ടോ. അപ്പോൾ അത് നോക്കുമ്പോൾ നല്ല ഐസ് പോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെ വെള്ളം കുടിക്കാൻ പറ്റില്ലല്ലോ, ഇതിൽ ഐസും കട്ട പോലെ ആയിട്ടുണ്ടല്ലോ. അയ്യോ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല, അത് കുറച്ച് കഴിയുമ്പോഴത്തേനും അതങ്ങ് അലിഞ്ഞു വന്നോളൂ, എന്നിട്ട് വെള്ളം കുടിച്ചോളൂ വസുന്ധര മാഡം എന്നങ്ങ് പറയുമ്പോൾ വസുന്ധരയ്ക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് ആ വെള്ളത്തിൻ്റെ കുപ്പി അങ്ങ് വലിച്ചെറിയാൻ കേട്ടോ. എന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് ഇത് തന്നെ വേണം, ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ദോശ നിങ്ങൾക്ക് പറ്റിയില്ല. അവിടെയുള്ള എല്ലാവരും ടേസ്റ്റോട് കൂടി സന്തോഷത്തോടു കൂടിയാണ് ആ ദോശ കഴിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് എന്നോടുള്ള ദേഷ്യം കൊണ്ട് ദോശയ്ക്ക് കുറ്റം കുറവുകളൊക്കെ കണ്ടുപിടിച്ച് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ ദോശയല്ലേ, അതുകൊണ്ട് നിങ്ങൾക്കൊരു ചെറിയ പണി കിട്ടണം എന്നുള്ളത് ഞാനും ആഗ്രഹിച്ചത് തന്നെയാണ്. ഞാൻ ഉണ്ടാക്കിയ ദോശക്കാണ് നിങ്ങൾക്ക് കുറ്റം പറയുക, അത് എന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്, അല്ലാതെ ദോശയ്ക്ക് ഒരു കുറ്റവുമില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ മാഡം, നിങ്ങൾ ഭക്ഷണത്തിനോട് ഇങ്ങനെ എന്നോടുള്ള ദേഷ്യം കാണിക്കരുത്, അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇതേപോലത്തെ അവസ്ഥയായിരിക്കും ഉണ്ടാവുക എന്നും പറഞ്ഞ് വസുന്ധരയെ ഒന്ന് കളിയാക്കിയിട്ട് നിധി അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ നിധി പോയി കഴിഞ്ഞ ശേഷം വസുന്ധരയ്ക്ക് നിധിയോട് തീരാത്ത ദേഷ്യം അങ്ങനെ വരികയാണ്. എന്നിട്ട് വസുന്ധരയാണെങ്കിലോ മുളക് പൊടി കഴിച്ചതിൻ്റെ പേരിൽ വസുന്ധരയ്ക്ക് വയറൊക്കെ ആകെ അങ്ങ് കത്തുകയാണ് കേട്ടോ. എന്നിട്ട് ഡോക്ടറെ വിളിക്കേണ്ടി വരുമെന്നുള്ളത് ഉറപ്പാണ് എന്നുള്ളത് വസുന്ധര അങ്ങ് മനസ്സിൽ കരുതുകയാണ്. അങ്ങനെ ഡോക്ടറെ വിളിച്ച് വരുത്താണ് കേട്ടോ ഗൗതമിനോട് പറഞ്ഞിട്ട്. ഗൗതം ഡോക്ടറുമായിട്ട് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ വസുന്ധരയെ പരിശോധിച്ച ശേഷം ഡോക്ടർ പറയുകയാണ്, പ്രഷർ കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ നിങ്ങൾ നന്നായിട്ട് തന്നെ മുളകുള്ള ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ വയറ്റിലൊക്കെ ആകെ പുണ്ണായി മാറിയിട്ടുണ്ട്, അതിനുള്ള മരുന്നാണ് ഇനി ആദ്യം കഴിക്കേണ്ടത്. അതിന് വസുന്ധര, നിങ്ങളെങ്ങനെ ഇത്രയും മുളകുള്ള ഭക്ഷണമൊക്കെ കഴിച്ചത്? അങ്ങനത്തെ ഭക്ഷണമൊന്നും വസുന്ധര നീ കഴിക്കാറില്ലല്ലോ എന്നങ്ങ് പറയുമ്പോൾ, അത് ഞാൻ തന്നെയാണ് ഇന്ന് ഭക്ഷണം ഉണ്ടായി. നീ അങ്ങനെ അടുക്കളയിലൊന്നും കയറാറില്ലല്ലോ വസുന്ധര, എന്തു പറ്റി? നിൻ്റെ മരുമകൾ നിനക്ക് ഒന്നും ഉണ്ടാക്കി തരില്ലേ എന്നങ്ങ് ചോദിക്കുമ്പോൾ, അതല്ല, ഇന്ന് ഞാൻ ഉണ്ടാക്കാം എന്ന് കരുതി അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറയട്ടോ. അങ്ങനെ വസുന്ധര പറയാണ് ഗൗതമിനോട്, ഗൗതം നീ പോയിട്ട് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞിട്ട് ഗൗതമിനെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കാം കേട്ടോ. എന്നിട്ട് ഗൗതം പോയി കഴിഞ്ഞ ശേഷം ഡോക്ടറോട് പറയാണ്, എനിക്കിന്നൊരു പണി കിട്ടി, ആ നിധി തന്നെയാണ് എനിക്ക് പണി തന്നത്. ഞാൻ ഇന്ന് ദോശ ഉണ്ടാക്കി അവൾ കൊണ്ടുവന്ന സമയത്ത് അതിന് ടേസ്റ്റ് ഇല്ല എന്നും പറഞ്ഞ് ഞാൻ അവളെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാനൊരു ദോശ ഉണ്ടാക്കിയതാണ്. പക്ഷേ അതിൽ കുരുമുളക് പൊടിക്ക് പകരം ഞാൻ ഇട്ടത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അത് എനിക്ക് കുരുമുളക് പൊടിയും മുളക് പൊടിയും തമ്മിൽ അങ്ങ് മനസ്സിലായില്ല, അതെനിക്കൊരു അബദ്ധം പറ്റിയതാണ്. പക്ഷേ അതിൻ്റെ ആ കുപ്പിയുടെ മുകളിൽ എഴുതിയത് പെപ്പർ പൊടി എന്ന് തന്നെയാണ്, പക്ഷേ അതിൽ മാറ്റിയത് നിധി തന്നെ
തന്നെയാണ്, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്, അവൾ എനിക്കൊരു പണി തന്നതാണ് എന്നൊക്കെ ഇങ്ങനെ ഡോക്ടറോട് പറഞ്ഞു കൊടുക്കാണ്ട്. അങ്ങനെ വെള്ളവുമായിട്ട് ഗൗതം റൂമിലേക്ക് അങ്ങ് കയറി ചെല്ലുന്ന സമയത്ത് വസുന്ധര ഡോക്ടറോട് നിധിയാണ് ഇത് ചെയ്തത് എന്ന് പറയുന്നത് ഗൗതം അങ്ങ് കേൾക്കുകയാണ് കേട്ടോ. അത് കേട്ടപ്പോൾ ഗൗതമിന് നിധിയോട് വല്ലാത്ത ദേഷ്യം വരികയാണ് കേട്ടോ. എൻ്റെ അമ്മയ്ക്കിട്ട് നിധി നന്നായിട്ട് തന്നെ ഒരു പണിയാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് എൻ്റെ അമ്മയുടെ വയറ്റിലിപ്പോൾ അൾസർ പോലെ ആയിട്ടുണ്ട് എന്നല്ലേ ഡോക്ടർ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ വസുന്ധരനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞതെല്ലാം തന്നെ ഗൗതമിന് മനസ്സിലാവുകയാണ് കേട്ടോ. അങ്ങനെ ഗൗതമിന് നിധിയോട് വല്ലാത്ത ദേഷ്യം വരികയാണ്. എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ ഡോക്ടറുടെ മുന്നിൽ നിന്നും വസുന്ധരയ്ക്ക് വെള്ളമൊക്കെ കൊടുത്തിട്ട് വസുന്ധര പറയുകയാണ് ഗൗതമിനോട്, എന്നാൽ നീ ഡോക്ടറെ കൊണ്ടാക്കി കൊടുത്തേക്ക്, ഡോക്ടറെ പറഞ്ഞയച്ചേക്ക് എന്നും പറഞ്ഞിട്ട് വസുന്ധര ഡോക്ടറെയും ഗൗതമിനെയും റൂമിൽ നിന്നും പറഞ്ഞയക്കാം കേട്ടോ. അപ്പോൾ വസുന്ധര മനസ്സിൽ കരുതുന്നുണ്ട്, ഡി നിധി, നീ എനിക്കിട്ട് നല്ലൊരു പണിയാണ് തന്നത്, അതിന് നീ വലിയ വില കൊടുക്കേണ്ടി വരും, നിന്നെ ഞാൻ കാണിച്ചു തരാം ഈ വസുന്ധര ആരാണെന്നുള്ളതും വസുന്ധരയോട് കളിച്ചാൽ നീ എന്താണ് അനുഭവിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ ഇങ്ങനെ വസുന്ധര മനസ്സിലിങ്ങനെ ചിന്തിച്ച് കൂട്ടാൻ കേട്ടോ. അങ്ങനെ ഡോക്ടർ കൊടുത്ത ആ ഗുളിക എടുത്ത് കഴിച്ചിട്ട് വസുന്ധര അവിടെ കിടക്കാണ്. പിന്നീട് നിധിയാണെങ്കിലോ അവിടെ വിഷമിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ആ സമയത്ത് പാറു ചെന്നിട്ട് പറയാണ്, മോളെ നിധി, നീ ആ കുപ്പികൾ മാറ്റുന്നതൊക്കെ ഞാൻ കണ്ടു, പക്ഷേ ഞാനതൊന്നും പറയാതിരുന്നത് എനിക്ക് 30 വർഷങ്ങൾക്ക് മുന്നേ വസുന്ധര എന്നോട് ചെയ്ത ദ്രോഹത്തിന് ഒരു അറുതി ഉണ്ടായിട്ടില്ല, അതുപോലെയാണ് ഇപ്പോൾ നിന്നോടും വസുന്ധര കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അന്ന് തന്നെ ഇങ്ങനെയൊക്കെ ഒരു പണി ചെയ്തിരുന്നു എങ്കിൽ വസുന്ധര പിന്നെ എന്നോട് ഇത്രയ്ക്കധികം ദ്രോഹമൊന്നും ചെയ്യില്ലായിരുന്നു. പക്ഷേ ഞാൻ ചെയ്യേണ്ടത് നീ ചെയ്യുന്നുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് പാറുവും നിധിയും കൂടി അങ്ങ് സംസാരിക്കാൻ കേട്ടോ. അങ്ങനെ പാറു അവിടുന്ന് പോയി കഴിഞ്ഞ ശേഷം നിധി അവിടെ നിൽക്കുമ്പോൾ യാമിനി വരികയാണ്. അപ്പോൾ യാമിനിയോട് പറയുന്നുണ്ട്, മോളെ നീ ഇന്ന് ഫ്രൈഡ് റൈസ് പറഞ്ഞതല്ലേ, മോൾക്ക് ഇന്ന് ഞാൻ നല്ല ടേസ്റ്റിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ യാമിനി പറയാണ്, വേണ്ട ഏട്ടത്തി, ഞാൻ ഇന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് നമുക്ക് 2 പേർക്കും കൂടി കഴിക്കാം എന്നങ്ങ് പറയാണ്. അങ്ങനെ ആ ഡെലിവറി ബോയ് അവിടേക്ക് അങ്ങ് വരികയാണ് കേട്ടോ. എന്നിട്ട് കോളിംഗ് ബെല്ല് അടിക്കുന്ന സമയത്ത് നിധിയും യാമിനിയും കൂടി കഥക് അങ്ങ് തുറന്നു നോക്കുമ്പോൾ ഡെലിവറി ബോയ് ആയിട്ട് വന്നിട്ടുണ്ടാവുക നിധിയുടെ അനിയൻ നിഖിലായിരിക്കും കേട്ടോ. നിഖിലിനെ കണ്ടതോടുകൂടി, ആ ഒരു വേഷത്തിൽ കണ്ടതോടുകൂടി നിധിയും യാമിനിയും ആകെ അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ വരാനിരിക്കുന്നത്.